പിവിയും പിണറായി വിജയന്റെ മകളും ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ആലുവയിലെ CMRL ഓഫീസിൽ തുടർച്ചയായി രണ്ടാം ദിവസവും SFIO പരിശോധന നടത്തുകയാണ്. ഇന്നലെ രാത്രി 11 മണി വരെ നീണ്ടിരുന്നു റെയ്ഡ്. ഇന്ന് രാവിലെ മുതൽ പരിശോധന വീണ്ടും ആരംഭിച്ചു. 2016 മുതൽ 19 വരെയുള്ള കാലഘട്ടത്തിൽ CMRL നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയിലേക്ക് 1,72,00,000 രൂപ കൈമാറിയതിന്റെ രേഖകളടക്കമാണ് പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച ചില രേഖകൾ SFIO സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ കൺസൾട്ടന്റ് എന്ന നിലയിലാണ് വീണ CMRLന് സേവനം നൽകിയത് എന്നുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലാണ് നിർണായകമായ ചില രേഖകൾ കിട്ടിയിരിക്കുന്നതാണെന്ന് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാടുകളാണ് SFIO അന്വേഷിക്കുന്നത്. എക്സാലോജിക്കിനെതിരായ SFIOയുടെ അന്വേഷണ പരിധിയിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങളെ കഴുതകളാക്കിയിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഈ തട്ടിപ്പ് കയ്യോടെ പിടികൂടിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. SFIO എന്നത് കോർപ്പറേറ്റ് തട്ടിപ്പ് അന്വേഷിക്കുന്ന ഈ രാജ്യത്ത് ഏറ്റവും അധികാരമുള്ളൊരു ഏജൻസിയാണ്. കസ്റ്റഡിയിലെടുക്കാനും അറസ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള അധികാരം ഈ ഏജൻസിക്കുണ്ട് എന്ന് മാത്രമല്ല, ഇതേ ഏജൻസി അന്വേഷിക്കുന്നതിനിടയിൽ തന്നെ ഇവരുടെ ആവശ്യപ്രകാരം വേണമെങ്കിൽ CBI, ED പോലെയുള്ള അന്വേഷണ ഏജൻസിക്കും ഇതിനകത്തേക്ക് കടന്നു വരാം. നിലപാട് കടുപ്പിച്ച് ഓരോ കാര്യങ്ങളും അരിച്ചുപെറുക്കുന്ന SFIO അന്വേഷണത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ മറ്റേജൻസികളെ വിളിച്ചു വരുത്താനുമുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 2009 സമാനമായ കേസിൽ സത്യം കമ്പ്യൂട്ടേഴ്സിന്റെ ഉടമകളിലൊരാളായ രാമലിംഗ രാജുവിന് ലഭിച്ച 7 വർഷത്തിലേറെയുള്ള തടവ് ശിക്ഷയുമൊക്കെ വാങ്ങിക്കൊടുത്തത് ഇതേ SFIO തന്നെയാണ്. അങ്ങനെ ബാഹ്യപ്രേരണകളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ തന്നെ ധാരാളം മതി തൂക്കിയെടുത്ത് അകത്തിടാൻ. പക്ഷേ പ്രതി മുഖ്യമന്ത്രിയുടെ മകളാണ്. വീണ വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തമായ ധാരണ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. എങ്കിലും ഈ അന്വേഷണത്തിൽ അറസ്റ്റും മറ്റും ഉണ്ടായാൽ അത് മുഴുവൻ ബാധിക്കുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ ആണ് എന്നുള്ളത് കൊണ്ട് രാജ്യം പ്രതികരിക്കുന്ന ഒരു സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ പിൻ പോയിന്റും അരിച്ചു പെറുക്കിയാണ് അന്വേഷണ സംഘം തെളിവ് ശേഖരിക്കുന്നത്. ഇന്നലെ മിന്നൽ പരിശോധനയുമായി എത്തിയ അന്വേഷണ സംഘം 9 മണിക്കൂറിലധികം പരിശോധന നടത്തി. ഓഫീസിലെ ജീവനക്കാരെ മുഴുവൻ പൂർണ്ണ നിരീക്ഷണത്തിലാക്കി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും പുറത്തു കടക്കുന്നതും അടക്കം കർശനമായി നിരോധിച്ചുകൊണ്ടാണ് പരിശോധന നടത്തിയത്. മാത്രമല്ല, ജീവനക്കാരുമായി പ്രത്യേകം ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ വൈരുദ്ധ്യമായ ഉത്തരങ്ങളാണ് ലഭിച്ചതെന്നും രേഖകൾ കണ്ടെത്തുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട്. ഇതിനെല്ലാം സാമ്പത്തിക തിരിമറിയിൽ വ്യക്തത വരുത്താൻ ED ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് സംഭവം വളരെ ഗൗരവകരമായി മുന്നോട്ടു പോകുന്നു എന്ന സൂചന നൽകുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനി ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരെയും അതുകഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെയും ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതായത് സംഭവം മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും പോയിരിക്കുന്നു. ഇനി എന്തു വേണമെങ്കിലും സംഭവിക്കാം.